നേരത്തെ ടാക്സ് 100 രൂപയ്ക്ക് 16% ഏകദേശം. അതിന് പറയും റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയും. 16%. കേന്ദ്രം ഈ ടാക്സ് കൊണ്ടുവന്നതിന് ശേഷം അത് ഇപ്പോൾ 11 ആയി. 11 നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്കൊക്കെ വില കുറഞ്ഞല്ലോ. ഇല്ല, ലക്ഷറി ഐറ്റങ്ങളുടെ വിലയാണ് ഏറ്റവും കൂടുതൽ കുറച്ചത്. അത് ഞങ്ങൾ 25 ഇനം എടുത്ത് പഠിച്ചു സംസ്ഥാന ഗവൺമെൻറ്. ഉദാഹരണം, ഫ്രിഡ്ജ് 10,000 രൂപ വിലയുള്ള ഒരു ഫ്രിഡ്ജിന് നേരത്തെ 2,800 രൂപയായിരുന്നു ടാക്സ്. ഞങ്ങൾ 2-3 ബ്രാൻഡിൽ നിന്ന് എടുത്തു. അത് 18% ചുരുക്കി. പക്ഷെ 10,000 രൂപയുടെ 12,800 രൂപ എന്നുള്ളത് വില കുറഞ്ഞ് 11,800 ആയില്ല. ഈ കുറച്ച ടാക്സ് കൂടെ കമ്പനി ലാഭത്തിൽ കൂട്ടി. ഇപ്പോഴും ആ സാധനത്തിന് അതേ വിലയാണ്. അപ്പോൾ ഈ ടാക്സ് അവർ വലിയ ലക്ഷറി ഐറ്റങ്ങളുടെ കുറച്ചു. അതൊക്കെ കൊണ്ട് സംസ്ഥാനത്തിന് ടാക്സിൻ്റെ കാര്യത്തിൽ കുറവ് വന്നു. നേരത്തെ ഒരു വർഷം 14% വീതം ടാക്സിൻ്റെ വരുമാനം വർദ്ധിക്കുമായിരുന്നു. അത് അതേപോലെ 5 വർഷക്കാലത്തേക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ റവന്യൂ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് GST കോമ്പൻസേഷൻ. അത് തന്നുകൊണ്ടിരുന്നു 5 വർഷക്കാലം. 5 വർഷമായപ്പോൾ പ്രളയവും കോവിഡും ഈ പ്രശ്നമെല്ലാം വന്ന് അത് നിർത്തി. ഇപ്പോൾ ആ പണമില്ല, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡില്ല. എപ്പോഴും നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും നിങ്ങൾ പ്രസംഗിക്കുന്നതാണ്. കേരളത്തിന് 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 100 രൂപ താഴോട്ട് വിതരണം ചെയ്യുമ്പോൾ 3 രൂപ 80 പൈസ നമുക്ക് തന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അതിന് പകരം 1 രൂപ 90 പൈസയെ തരുന്നുള്ളൂ. 1 രൂപ 90 പൈസ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയാണ്. പക്ഷേ കേരളത്തിന് കഴിഞ്ഞ വർഷം കിട്ടിയത് 12,000 കോടിയാണ്. ഈ വർഷം കിട്ടുന്നത് 21,000 കോടിയാണ്. അപ്പോൾ 1 രൂപ 90 പൈസയുടെ ഇരട്ടിയാണല്ലോ 3 രൂപ 80 പൈസ ആണല്ലോ. അപ്പോൾ 18,000 കോടിയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 36,000 കോടിയാണ്. ഈ വർഷം കിട്ടുന്ന 21,000 കോടിയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 42,000 കോടിയാണ്. 42,000 കോടി കിട്ടിക്കൊണ്ടിരുന്നിടത്താണ് 21,000 ആയത്. ഇതിനൊപ്പമുള്ള മറ്റ് സ്റ്റേറ്റുകൾക്ക് ഇത് കുറച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ റിസർവ് ബാങ്കിൻ്റെ കണക്ക് വന്നതനുസരിച്ച് ഇന്ത്യയിലെ സ്റ്റേറ്റുകളുടെ എല്ലാം ആ ലിസ്റ്റ് കൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ബഡ്ജറ്റിനകത്ത് പറഞ്ഞു. ഒരു സംസ്ഥാനം 100 രൂപ ടാക്സായിട്ട് ആകെ പിരിക്കുമ്പോൾ ഇന്ത്യയിലെ പൊതു കണക്കനുസരിച്ച് 65 രൂപ സംസ്ഥാനം പിരിച്ചാൽ 35 രൂപ കേന്ദ്രത്തിൽ നിന്ന് അവർ പിരിക്കുന്ന ടാക്സിൽ തരും. പിരിക്കുന്ന ഏതാ? വേറെ ഒന്നല്ല, ഞാൻ ഈ പറഞ്ഞ സെയിൽ ടാക്സിൻ്റെ പകുതി കൊണ്ടുവന്നില്ലേ, ഇതുപോലെ പല ടാക്സാണ്. ഇൻകം ടാക്സ് പൂർണ്ണമായും കേന്ദ്രമാണ് പിരിക്കുന്നത്. അതുപോലെ കസ്റ്റംസ് പൂർണ്ണമായും കേന്ദ്രമാണ് പിരിക്കുന്നത്. അതെല്ലാം പിരിക്കുന്നതാണ്. ആ പിരിക്കുന്നതിൻ്റെ ഇത് തരുന്നതാണ് നമുക്ക്. അങ്ങനെ ഇന്ത്യയിലാകെ 65 രൂപ ഒരു സംസ്ഥാനം പിരിക്കുമ്പോൾ 35 രൂപ കേന്ദ്രം തരണം. ഇതാ കണക്ക്. ഏകദേശം 50% അല്ലെങ്കിൽ 46% വരുമല്ലോ. പക്ഷേ കേരളത്തിന് എത്ര കിട്ടുമെന്നറിയോ? റിസർവ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് ഈ കഴിഞ്ഞ ആഴ്ച അവർ പ്രസിദ്ധീകരിച്ച് ഇവിടെ എല്ലാം വന്ന കണക്കനുസരിച്ച് 79 രൂപ സംസ്ഥാനം പിരിക്കുമ്പം കേരളത്തിന് 21 രൂപയെ തരുന്നുള്ളൂ. റിസർവ് ബാങ്കിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്, അല്ല നമ്മളുണ്ടാക്കിയ കണക്കല്ല. 46 ആണെങ്കിൽ അല്ലെ 50 ആണെങ്കിൽ ബാക്കി തരണം. 21 കഴിഞ്ഞാൽ 31, 41, 25 രൂപയും കൂടെ തരണ്ടേ? 25 രൂപയുടെ ആ ഗ്യാപ്പ് കൂടെ വന്നാൽ എത്ര വരും? അത് തരുന്നില്ല. എന്നാൽ ഇത് 46 രൂപ കൊടുക്കുന്നത് UPക്ക് 46 ഉണ്ട്, ബീഹാറിന് 70 ഉണ്ട്, തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ കണക്കുണ്ട്. സംസ്ഥാനങ്ങളോടൊന്നുള്ള വിരോധവും അനുകൂലവും എന്നീ പറയുന്നത്. ഓരോ ഇതുപോലുള്ള സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് തരേണ്ടതല്ലേ? ഇവർ പറയുന്നത് കേരളം വികസിച്ചു പോയി, സ്കൂളിൽ ഇനിയും വേണ്ടല്ലോ, എല്ലായിടത്തും സ്കൂളുണ്ട്, സ്കൂളിലെ സാറന്മാരുടെ സ്ഥിതി തന്നെ എന്താ? സ്കൂളിൻ്റെ മൊത്തം അന്തരീക്ഷം എന്താ? സ്കൂളിന് എഡ്യൂക്കേഷനായി, ഞങ്ങൾക്ക് ഇനി സ്കൂളിൽ പൈസ തരേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസം മാത്രമല്ല, ആരോഗ്യം ഇഷ്ടം പോലെ ആശുപത്രിയായി, അതിന് തരണോ? വീടുകളിൽ കക്കൂസില്ല, ശുചിമുറിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ പദ്ധതിയുണ്ട്, നിങ്ങൾക്ക് അതിന് വേണേൽ തരാം. ഇവിടെ വേണോ? വീട്ടിൽ ഇനി ഒരു 3ാമതൊരെണ്ണം കൂടെ പണിയേണ്ട കാര്യമില്ലല്ലോ, അപ്പോൾ അതിൻ്റെ പൈസ കിട്ടില്ല. ഇങ്ങനെല്ലാം കട്ട് ചെയ്ത് കുറച്ചു. അതിൻ്റെ കൂടെ ഇവർ പറയുന്നത് 1971 ജനസംഖ്യയായിരുന്നു നമ്മൾ മൊത്തത്തിൽ ഇന്ത്യ മൊത്തം കണക്കെടുത്തിരുന്നത്. കാരണം 71 ശേഷമാണ് ഈ കുടുംബാസൂത്രണം ശക്തിപ്പെട്ടത്. അന്നൊരു കണ്ടീഷൻ വെച്ചു, ഞങ്ങൾ ജനസംഖ്യയൊക്കെ കുറയ്ക്കും, പക്ഷേ അതിന് പേര് പണം കുറയ്ക്കരുതെന്ന് എല്ലാ സംസ്ഥാനങ്ങളും പറഞ്ഞു. കുറേ സംസ്ഥാനങ്ങൾ അങ്ങനെ ചെയ്തു, പ്രത്യേകിച്ച് തെക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ. ജനസംഖ്യ വാസ്തവത്തിൽ കേരളത്തിലൊക്കെ നെഗറ്റീവ് ഗ്രോത്തിലേക്ക് പോകാറായിട്ടുണ്ട്. ഇപ്പോൾ കണക്ക് ഞാൻ പറയേണ്ടതില്ല. 6.5 ലക്ഷമായിരുന്നു 40 വർഷം മുമ്പ് ഒരു വർഷം ജനിക്കുന്ന കുട്ടികൾ. 5.5 ലക്ഷമായി, ഇപ്പം 4,60,000 ഇനി 3.5 ലക്ഷം ആവും 10-15 വർഷത്തിനകമെന്ന കണക്ക്. സ്കൂളിലെ കുട്ടികളുടെ ഓരോ വർഷം എൻറോൾ ചെയ്യുന്ന കണക്കാണ് പറഞ്ഞു, അല്ലെങ്കിൽ ബർത്ത് റേറ്റായി പറഞ്ഞു. ആ കണക്ക് കുറഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ആ ജനസംഖ്യ നോക്കിയാൽ കുഴപ്പം. ഇവരെന്തോ ചെയ്തു? ഇപ്പോൾ വന്നപ്പോൾ 2011 ജനസംഖ്യ വെച്ച് തീരുമാനിച്ചു. 2011 ജനസംഖ്യ വെച്ചപ്പോഴത്തേക്ക് എല്ലാ ഇതുപോലുള്ള സ്റ്റേറ്റിനൊക്കെ കുറവ്. ഇങ്ങനെ ധാരാളം മേഖലയെ കുറവ് വന്നിട്ടുണ്ട്. ഈ കുറവിൻ്റെ പ്രശ്നം എല്ലാം പറഞ്ഞിട്ട് അവർ നമ്മുടെ വരുമാനം കുറച്ചു. പക്ഷെ നമുക്ക് വേറെ ചില കാര്യങ്ങളുണ്ട്. 20% ആവാൻ പോവുകയാണ് 60 വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം അടുത്ത് തന്നെ ആകെ ജനസംഖ്യയിൽ. ഇന്ത്യയിൽ എത്ര? ശരാശരി 7%. ഇവിടെ നല്ല ആയുസ്സുള്ളതുകൊണ്ട്, നല്ല ആരോഗ്യമുള്ളതുകൊണ്ട്, പ്രായമുള്ളവരുടെ സമൂഹത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, നേരിടണം. ജീറിയാട്രിക് ഇഷ്യൂ ഇപ്പോൾ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. കെയർ എക്കണോമി, കെയർ രംഗം വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. വേറൊരു കാര്യമുണ്ട്,
നിങ്ങൾക്ക് ഇന്ത്യയിൽ ബീഹാറിലോ മധ്യപ്രദേശിലുള്ള കൂലിയും ഇവിടുത്തെ കൂലിയും തമ്മിൽ വല്ല കമ്പാരിസൺ ഉണ്ടോ? 3 ഇരട്ടിയാണ് കൂലി. അപ്പോൾ ഇവിടെ ഒരു കെട്ടിടം പണിയണമെങ്കിൽ, റോഡ് പണിയണമെങ്കിൽ കൂലി കൂടുതൽ വേണം. ഇവിടെ ഒരു സെന്റ് സ്ഥലം മേടിക്കണമെങ്കിൽ അവിടെ 1 ഏക്കറോ 50 സെന്റോ മേടിക്കുന്ന സ്ഥലം പൈസ വേണം ഇവിടെ റോഡ് എടുക്കാൻ. അതുകൊണ്ട് NH പണിയാൻ വേണ്ടി നമ്മൾ പണം കൊടുക്കേണ്ടി വന്നു, 25% നമ്മൾ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടേണ്ട പണം കിട്ടുന്നില്ല. ഇത് ഒരു പ്രധാന പ്രശ്നമാണ്. നമുക്ക് കിട്ടാനുള്ള ഏകദേശം 57,000 കോടി രൂപ ഒരു വർഷം കുറയുന്നു എന്നാണ് കണക്ക്.